നിലവിൽ എത്ര പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു? എത്ര പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകി? അജീഷ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില കൂടി. ഹാഷ്മി, നിലവിൽ 12 പേര് മരിച്ചുവെന്നാണ് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് LNJP ആശുപത്രിയിലാണ്. ഇവിടുന്ന് പുറത്തിറക്കിയ പട്ടികയിൽ നിലവിൽ മനസ്സിലാക്കുന്നത് 8 പേരുടെ മൃതദേഹം 8 പേരുമാണ് തിരിച്ചറിഞ്ഞത് എന്നാണ് LNJP ആശുപത്രിയിൽ നിന്നിറക്കിയ അവസാനത്തെ പട്ടികയിലും പറയുന്നത്. ഇതിൽ 6 പേരുടെ മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് മരണം 12 ആയത്. മാത്രമല്ല, ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിവരമനുസരിച്ച് ചില മൃതദേഹങ്ങൾ ഛിന്ന ഭിന്നമായ നിലയിൽ അത് ഈ മരണപ്പെട്ടവരുടെ കണക്കിൽ കൂട്ടിയിട്ടില്ല. അത് DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഈ ചാവേർ ആക്രമണം എന്നുള്ള ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൽ കൊല്ലപ്പെട്ട ആൾ അല്ലെങ്കിൽ ഭീകരൻ എന്ന് കരുതുന്ന ആളുടെ മൃതദേഹം ഒരുപക്ഷെ ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കില്ല അത് പെടുത്തുന്നത്, മറ്റൊരു രീതിയിലായിരിക്കും പെടുത്തുന്നത്. പക്ഷേ DNA പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഫലം അത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ചില കൈകാലുകൾ മാത്രം അല്ലെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം ആണ് ഉള്ളത്. 30 പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത്. ആ 30 പേർ പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ICUവിൽ തന്നെ തുടരുകയാണ്. ബാക്കി എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് LNJP ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ, അതായത് DNA പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ പരിശോധനാ ഫലം കിട്ടിയാലുടൻ മാത്രമേ ഈ മരണത്തിന്റെ കണക്കിൽ അതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഹാഷ്മി, ഓക്കെ, 12 പേർ മരിച്ചു എന്ന സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളുണ്ട്. അതേസമയം തന്നെ 8 പേരുടെ മരണമാണ് ആശുപത്രിയിൽ നിന്നും അറിയാനും കഴിയുന്നത്. അതിലും കുറച്ചുകൂടിയൊക്കെ അവ്യക്തതകൾ ബാക്കിയുണ്ട്. അതിൽ ഒരാളുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നൊക്കെയുണ്ട്. അവിടെ എന്താണെന്നറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.